ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മുടെ പഴയ ഗ്യാസ് അടുപ്പ് നമ്മൾ മാറ്റിയിട്ട് പുതിയ ഗ്യാസ് അടുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുകയല്ലേ, അപ്പോൾ നമുക്ക് ഇതുവരെ ആ ഒരു അടുപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ രാവിലെ 8:30 ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുക്ക് ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുക്കിങ് മെല്ലെ ആവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരടുപ്പിൽ ഒന്നായിട്ട് വേണം മാറ്റിയിട്ട് പിന്നെ വേറെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ മാത്രം നമ്മൾ കറണ്ട് അടുപ്പിൽ വെക്കും, ബാക്കി എല്ലാ സാധനവും നമ്മുടെ ഈ അടുപ്പിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ചെറിയ അടുപ്പ് നേരെ കത്തൂല, അതിൽ വെച്ച സാധനങ്ങൾ വേഗം ആവില്ല കേട്ടോ, ഒട്ടും തന്നെ കത്തില്ല. എന്നാലും നമ്മൾ ചില ടൈമിനൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കും കേട്ടോ, അതിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രാവിലെ എണിച്ചിട്ട് ചോറ് വെക്കണം, പിന്നെ ഒരു കൂട്ടാൻ വെക്കണം, പിന്നെ ഒരു ഉപ്പേരി വെക്കണം, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതിന് വല്ലതും ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഒരടുപ്പിൽ ചെയ്യുക പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും നമുക്ക് പുതിയൊരു അടുപ്പ് വാങ്ങണം എന്ന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് ഇന്നലെ നമ്മളെല്ലാവരും കൂടെ പോയിട്ട് നമുക്ക് പുതിയൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടെ സെറ്റ് ചെയ്യുന്ന തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ട് വന്നപ്പോഴേ നമ്മുടെ അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മുടെ പുതിയ അടുപ്പ് ഓപ്പൺ ചെയ്ത് കത്തിക്കുമ്പോൾ അവനെയും വിളിക്കണമെന്ന് കേട്ടോ. അങ്ങനെ അവനും ഒക്കെ നേരത്തെ എണിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നതും അതുപോലെ അതിൽ കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയം നമ്മുടെ പൈക്കോ കുട്ടന് ഉള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, അടുപ്പ് ഇനോഗ്രേഷന് നമ്മുടെ പൈക്കോ കുട്ടന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പിൻ്റെ സെറ്റപ്പ് എല്ലാം മാറ്റി അതിൻ്റെ കവറെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, പൈപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലിങ്ങനെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ക്ലിയർ ചെയ്യണം. അങ്ങനെ ഗ്ലാസ് സ്റ്റവ് തന്നെ വാങ്ങിയിട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ ആദ്യം 2 അടുപ്പുള്ളത് മതി എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അക്ഷയ പറഞ്ഞു ഏതായാലും നമുക്ക് 2 അടുപ്പിനേക്കാളും 3 അടുപ്പാകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമാകുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ പിന്നെ ശരി എന്നാൽ ഇരിക്കട്ടെ 3 അടുപ്പ് എന്ന് പറയുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് 3 അടുപ്പിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, വേഗം തന്നെ എല്ലാം ആവുകയും ചെയ്യും, നമുക്കത്ര ടെൻഷനും ഇല്ലല്ലോ. നേരത്തെ എണിച്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യുക മാത്രമല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ അടുപ്പിൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുപ്പിനെ പറ്റി വലിയ അങ്ങോട്ട് അറിവൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണ പഴയ അടുപ്പാകുമ്പോൾ കുഴപ്പമില്ല, ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെയുള്ള ധാരണയൊന്നും എനിക്കധികം ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ അങ്ങനെ ഇവർ 2 വേറെ അടുപ്പ് തന്നിട്ടുണ്ട്, ഒരു കുഞ്ഞടുപ്പും അതുപോലെ എന്താ പറയുക വലിയ പാത്രങ്ങൾ വെക്കാനുള്ളതും കുഞ്ഞ് പാത്രം വെക്കാനുള്ളതും തന്നിട്ടുണ്ട് കേട്ടോ. ഈ വലിയ പാത്രം വെക്കേണ്ടത് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ സാധാരണയുള്ള ഈ അടുപ്പിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെയാണോ വെക്കേണ്ടത്, അത് മാറ്റിയിട്ട് ഈ സ്റ്റാൻഡ് മാത്രമാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ സാധാരണ ഉള്ള പോലെ ഈ 3 ബർണറും അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പ്, പ്രസ്റ്റീജിൻ്റെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിനി പാല് കാച്ചാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ പാല് വാങ്ങിയിട്ട് വന്നിട്ട് കാച്ചാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കുഞ്ഞു ചട്ടി വാങ്ങിയിട്ട് കുറേ നാളായിട്ടാണ് നമ്മൾ വീടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് വാങ്ങിയതാണ്. ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇതുവരെ നമ്മളൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ പാത്രം നന്നായി തന്നെ കഴുകി കൊണ്ടുവന്നിട്ട് അതിലാണ് കേട്ടോ പാല് കാച്ചി എടുക്കുന്നത്. തുടക്കം തന്നെ പാളിപ്പോയി പറഞ്ഞ പോലെ ഗ്യാസിന് ഓൺ ചെയ്യാണ്ട് ഞാൻ കത്തിച്ച് നോക്കിയപ്പോൾ ഗ്യാസ് വരുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ താഴെ നമ്മളത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഏട്ടനോട് പറഞ്ഞ് വേഗം തന്നെ അത് ഓൺ ചെയ്ത് അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു കേട്ടോ. കത്തിച്ചതിൻ്റെ ബഹളമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും തപ്പുകൂട്ടി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന്
തിളച്ച് പൊങ്ങി വരണം. അതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും തോറും നമ്മുടെ പാല് പൊങ്ങി വരുന്നുണ്ട്, അങ്ങോട്ട് മുകളിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാലങ്ങനെ വരില്ലല്ലോ. അങ്ങനെ പാലങ്ങനെ പൊങ്ങി വന്നു. ഞാനങ്ങനെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയ നന്നായി തന്നെ ഒന്ന് പൊങ്ങി ഒന്ന് പോയപ്പോൾ ഞാൻ പിന്നെ അത് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഒന്നെടുത്ത് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കത്തിച്ചിട്ട് നന്നായി തന്നെ നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ അടുപ്പിൻ്റെ പാല് കാച്ചൽ കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്താ കഴിക്കാൻ വേണ്ട, അല്ല എന്താ കഴിക്കല, എന്താ കുടിക്കാൻ വേണ്ടത് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കാപ്പി മതി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ കാപ്പിയൊക്കെ ഒന്ന് ഇട്ടെടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർത്ത് അതുപോലെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ ചേർത്ത് അതിൽ ആവശ്യത്തിന് പാലൊക്കെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കാപ്പി മതി പറഞ്ഞപ്പോൾ പിന്നെ കാപ്പി ആക്കി കേട്ടോ. പിന്നെ നന്നായി തന്നെ ആറ്റിയെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയ അടുപ്പിലെ പാല് കാച്ചലും കാപ്പിയാക്കലും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്കിന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ കാപ്പി നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ ഞങ്ങളെല്ലാവരും തന്നെ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നമ്മൾ പിന്നെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ അടുപ്പിൽ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമേന കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കൽ, അതുപോലെ നമ്മുടെ കുറുമയ്ക്കുള്ള അരപ്പരയ്ക്കൽ ഇതെല്ലാം ചെയ്തിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് വേവിച്ച് അതിലാവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ചേർത്ത് അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് വേവിക്കുമ്പോഴാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ടും പെരിഞ്ചീരകമൊക്കെ അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് വെള്ളം ചേർത്ത് അതൊന്ന് തിളപ്പിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ അടുപ്പിൽ നമ്മൾ പിന്നെ നമ്മുടെ ചപ്പാത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതോടൊപ്പം പരത്തും ഉണ്ടാക്കലും ഒപ്പം ആകുമ്പോൾ എന്താ പറയുക ആ പണി പെട്ടെന്ന് നമുക്ക് തീർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് നമ്മുടെ കറിക്ക് വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കാഷ്യൂനട്ടൊക്കെ ചേർത്ത കാരണം ഇരിക്കും തോറും അതൊന്ന് കുറുകും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ കറി തിളപ്പിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചപ്പാത്തി ഏകദേശം ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ഛന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ എപ്പോഴും വൈകിട്ടല്ലേ എണീക്കുക, ഇന്ന് ഇത്തിരി നേരത്തെയാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വിശക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവന് ഭക്ഷണം കൊടുത്തു, പിന്നെ ഏട്ടനും കഴിക്കാൻ കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാനും അക്ഷയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും കുറുമക്കറിയാണ് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ ചോറിനുള്ള വെള്ളമൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. പച്ചക്കറി എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതൊന്ന് ചൂടാകാൻ വെച്ചു കേട്ടോ. ഈ നേരം കൊണ്ട് നമ്മുടെ അരി നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ അതിനുള്ളിൽ നമ്മുടെ ഉപ്പേരി താളിക്കലും അത് വേവിക്കാനിടലെല്ലാം കഴിഞ്ഞ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പാൻ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഉപ്പേരി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പാലട പ്രഥമനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ മട്ട റൈസാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കഴുകി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കിലോ വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുത്തിപ്പൊടിച്ച് വെക്കാം കേട്ടോ. നമ്മൾ കുറച്ചേറെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ തിളച്ച വെള്ളത്തിലേക്ക് 2-3 പ്രാവശ്യം കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മട്ടയുടെ എന്താ പറയുക അട കേട്ടോ. അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി തന്നെ ഒന്ന്
തിളച്ച് 2-3 പ്രാവശ്യം നമ്മുടെ മുട്ട അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. അടച്ച് നന്നായി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി വെക്കുക കേട്ടോ. 20 മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ അട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ അട വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനതൊന്ന് കൊണ്ടുപോയിട്ട് നന്നായി ഊറ്റിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ നന്നായി തന്നെ പച്ച വെള്ളത്തിൽ 2-3 പ്രാവശ്യം പൈപ്പ് തിരിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതേ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാവ് കാച്ചിട്ടുള്ള നമ്മുടെ വെള്ളപ്പാനി അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ വെള്ളത്തിൻ്റെ പാനി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒരു 3/4 ഒഴിച്ച് കൊടുത്തുള്ളൂ. ബാക്കി ഞാൻ മാറ്റി വെക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന. നന്നായി തിളച്ച പാനിയിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ അട ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ അട നമ്മുടെ ഈ പാനിയിൽ കിടന്ന് നന്നായി തന്നെ വരണ്ട് വരണം കേട്ടോ. അപ്പോൾ നന്നായി വേവണം കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ അട പിന്നെ വേവില്ല. ആദ്യമേ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 4 ഗ്ലാസ് 2-ാം പാലും 1.5 ഗ്ലാസ് 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പച്ച തേങ്ങയിൽ നിന്നാണ് കേട്ടോ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ 3-ാം പാലൊന്നും എടുത്തിട്ടില്ല. 3-ാം പാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അവസാനം ഇതുപോലെ നമ്മുടെ വെള്ളപ്പാനിയിൽ നമ്മുടെ അട നല്ലോണം വരണ്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചുള്ള നമ്മുടെ 2-ാം പാല് പകുതി ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല. ആദ്യം ഞാൻ പകുതി ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3-ാം പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ 3-ാം പാൽ ആദ്യം മുഴുവനായി ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ 2-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പകുതി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മുടെ അടയും വെല്ലവും 2-ാം പാലും കൂടെ നന്നായി തന്നെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇത് കുറുകി വന്നതിന് ശേഷം ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 2-ാം പാൽ കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി തന്നെ കുറുകി വരട്ടെ കേട്ടോ. കുറച്ച് നേരം വേണ്ടി വരും കേട്ടോ. അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് കുറുകി സെറ്റായി വരും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കിണുപ്പ് വേണ്ട കേട്ടോ. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. അത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇരിക്കും തോറും കട്ടി വരും. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞാൽ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കില്ല, പെട്ടെന്ന് ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ അത് ഇരിക്കുമ്പോൾ കുറുകും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ 1-ാം പാൽ ഏത് ടൈമിൽ ചേർക്കണമെന്ന് കറക്റ്റായി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം കുറുകുന്ന സമയത്ത് 1-ാം പാൽ കൂടെ ചേർത്ത് ഒന്നൊന്ന് തിള വരുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമേ നെയ്യിൽ വറുത്ത് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് കൂട്ടാം. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുത്തു. പിന്നെ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. ചുക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ വെള്ള കളറായ കാരണം കേട്ടോ നമ്മുടെ പായസം ഇങ്ങനെ വെളുക്കനെ ഇരിക്കുന്നത്. അപ്പോൾ കറുത്ത കളറാണെങ്കിൽ നല്ല കറുപ്പ് കളറിൽ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വരട്ടുന്ന സമയത്ത് നെയ്യ് വേണമെങ്കിൽ കുറച്ച് അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അപ്പൊന്നും ചേർത്തില്ല. കുറച്ച് ഇതുപോലെ അണ്ടിപ്പരിപ്പ് വറുത്തതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ നോക്കിയാലോ. നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള നമ്മുടെ അയിലപ്പുളി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടപ്രഥമൻ ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സമയത്ത് വെള്ളം പോലെ ഇരുന്നതല്ലേ, ഇപ്പോൾ കണ്ടോ കുറുകി നല്ല പാകമായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കുറുകാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ ജ്യൂസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയിലപ്പുളി ഉള്ള കാരണമാണ് കേട്ടോ നമ്മളിതിന് വേറെ ചാറുകളിലൊന്നും വെക്കാണ്ടിരുന്നത്. നമ്മുടെ അയിലപ്പുളിയും അതുപോലെ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരിയും അച്ചാറും കൂടെ കഴിക്കാൻ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ അടപ്രഥമൻ നമ്മുടെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ കളറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിൽ കളറ് കുറവായിട്ടാണ് കാണുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കൂടുതലിഷ്ടം പാലടയാണ്. അടപ്രഥമൻ കഴിക്കും, പക്ഷെ കൂടുതലിഷ്ടം പാലടയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ അടുപ്പും അതുപോലെ നമ്മുടെ പാലട പ്രഥമനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ ഉച്ചക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.